ഈ 3 അക്കത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം 3 വ്യത്യസ്ത മതാചാരങ്ങളുണ്ട്. ലക്ഷ്യം ഒന്നാണ്, മാർഗം വ്യത്യസ്തമാണ്. 3 വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ലക്ഷ്യം ഒന്നാണ്, ആശയങ്ങളും ചിന്താഗതികളും വ്യത്യസ്തമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യ സംരക്ഷണ കാര്യം പറഞ്ഞാലും പ്രധാനമായിട്ടും 3 ചികിത്സാ രീതികളാണ് നമുക്കറിയാവുന്നത്. അതായത് അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി. ഇതിന് 3 ലക്ഷ്യം ആരോഗ്യ സംരക്ഷണം തന്നെയാണ്, തർക്കമില്ല. പക്ഷെ ഇതിന് പലപ്പോഴും ആശയങ്ങള് വ്യത്യസ്തമാണ്, വൈരുദ്ധ്യങ്ങളുണ്ട്. ഒരു ശാസ്ത്രത്തിൽ പറയുന്നതിന്റെ ജസ്റ്റ് വിപരീതമായിട്ടാണ് മറ്റൊരു ശാസ്ത്രശാഖയിൽ പറഞ്ഞിട്ടുള്ളത്. ആയുർവേദത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികൾക്കുള്ള ഭക്ഷണരീതികളും ജീവിത രീതികളും ഔഷധങ്ങൾ, ചികിത്സാ രീതികൾ എല്ലാം തന്നെ വ്യത്യസ്തങ്ങളാണ്. അവർക്ക് വരാൻ സാധ്യതയുള്ള രോഗാവസ്ഥകളും വ്യത്യസ്തങ്ങളാണ്. അപ്പൊ അത് മനസ്സിലാക്കി നിങ്ങളുടെ ദേഹപ്രകൃതിക്കും രോഗാവസ്ഥയ്ക്കും അനുയോജ്യമായത് ഏത് ശാസ്ത്രശാഖയാണ്, നിങ്ങൾക്ക് വിശ്വാസമായത്, നിങ്ങൾ മെന്റലി കോൺഫിഡന്റ് ആയിട്ടുള്ളത്, നിങ്ങൾക്ക് അനുവർത്തിച്ചു പോരാൻ സാധിക്കുന്നത് ഏത് ശാസ്ത്രമാണോ ആ ശാസ്ത്രശാഖ നിങ്ങൾ അനുവർത്തിച്ചു പോരുക. എല്ലാ ശാസ്ത്രശാഖകൾക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, പരിമിതികളുണ്ട്. നിങ്ങളെ ബാധിച്ചിട്ടുള്ള രോഗാവസ്ഥയ്ക്ക് ഏത് ചികിത്സാ രീതിക്കാണ് കൂടുതൽ ഫലം നൽകാൻ കഴിയുക അത് മാത്രം തരിക, എന്നിട്ട് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. മറ്റൊരു ശാസ്ത്രശാഖയിൽ പറഞ്ഞു വെച്ചിട്ടുള്ള സംഗതികൾ അടുത്ത ശാസ്ത്രശാഖയിൽ പോയിട്ട്, അതായത് അലോപ്പതിയിൽ പറഞ്ഞത് ആയുർവേദത്തിൽ വന്നിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എല്ലാം വ്യത്യസ്തമാണ്. ചിന്താഗതികളും കാലഘട്ടങ്ങളും തിയറിയും എല്ലാം വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ദേഹപ്രകൃതി, നിങ്ങളുടെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ, എന്തുകൊണ്ട് ഈ രോഗാവസ്ഥ നിങ്ങളിൽ പിടിപെട്ടു, ഇത് തിരിച്ചറിയുന്നതിന് വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യെസ് ഓർ നോ മറുപടി കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ രോഗനിർണയം വളരെ കൃത്യതയാർന്നതായിരിക്കും. അതിന് ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും ചുരുക്കത്തിലും മറുപടി പറഞ്ഞാൽ കൃത്യമായ ഭക്ഷണരീതികളും ജീവിത രീതികളും ഔഷധങ്ങളും നിശ്ചയിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു ചികിത്സാ ശാസ്ത്രത്തില് നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് ചികിത്സ ലഭിച്ചില്ല, ആശ്വാസം ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഇതര ശാസ്ത്രശാഖകൾക്ക് നിങ്ങളുടെ രോഗത്തെ ചികിത്സിക്കാൻ സാധ്യമല്ല എന്ന് അർത്ഥമാക്കുന്നില്ല. അത് മനസ്സിലാക്കുക. മോഡേൺ മെഡിസിനും അനന്ത സാധ്യതകളാണ്. ഒരുപാട് സംഗതികളുണ്ട്. ഒരു എമർജൻസി മെഡിസിൻ, പ്രത്യേകിച്ച് ഒരു ഹൃദയാഘാതോ ഒരു ആക്സിഡന്റോ ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അലോപ്പതി മെഡിക്കേഷന് ഒരുപാട് കാര്യങ്ങൾ ദ്രുതഗതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റു ചില രോഗാവസ്ഥകളിൽ, പ്രത്യേകിച്ച് ദഹനേന്ദ്രിയ വ്യൂഹവുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗാവസ്ഥകൾ, ശ്വാസകോശ സംബന്ധവുമായി വരുന്ന രോഗാവസ്ഥകൾ, സന്ധികളും പേശികളുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗാവസ്ഥകൾ, അതായത് സന്ധിഗതവാദം, രക്തവാദം, മാമവാദം, പൈൽസ്, കോൺസ്റ്റിപ്പേഷൻ, ഡസ്റ്റ് അലർജി, സ്നീസിംഗ്, തുമ്മല്, തലവേദന, ശിരോരോഗങ്ങൾ, ഇത്തരം രോഗാവസ്ഥകളിലൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായ പുരാതന കാലം മുതൽ അറിയപ്പെടുന്ന ആയുർവേദ ചികിത്സാ രീതികളിൽ സേഫ് ആയിട്ട് സൈഡ് എഫക്ട് ഇല്ലാത്ത ചികിത്സാ രീതികളുണ്ട്. അതുപോലെ തന്നെ ഹോമിയോപ്പതിയിലും ഹോമിയോപ്പതിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് സാധ്യതകളുള്ള ഒരുപാട് രോഗാവസ്ഥകളുണ്ട്. ഇതിൽ നിങ്ങളെ ബാധിച്ചിട്ടുള്ള രോഗാവസ്ഥ ഏതാണെന്നും നിങ്ങൾക്ക് അനുവർത്തിച്ചു പോരാൻ സാധിക്കും ചികിത്സാ രീതി ഏതാണെന്നും നിങ്ങൾക്ക് വിശ്വാസ്യത ഉള്ള ചികിത്സാ രീതി സ്വീകരിക്കുക. അതാണ് വേണ്ടത്. മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് പറയാനുള്ള കാര്യം, മറ്റൊരു ചികിത്സാ ശാസ്ത്രത്തിൽ ചെയ്തിട്ടുള്ള കുറെ ടെസ്റ്റ് റിപ്പോർട്ടുകൾ ഒരു ആയുർവേദ ഡോക്ടർക്ക് തന്നിട്ട് ഇതിനുള്ള ചികിത്സ പറയൂ എന്ന് പറയുമ്പോൾ പറയാൻ സാധിക്കുന്നില്ല പലപ്പോഴും. അത് ഇതുകൊണ്ടാണ്. ഇതേപോലെ തന്നെ ആയുർവേദ ഡയഗ്നോസിസ് നടത്തി അതിനിടുന്ന ഒരു പേരും ചികിത്സാ ഔഷധങ്ങളും മറ്റൊരു ചികിത്സാ ശാഖയിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. അതേപോലെ തന്നെയാണ് നേരെ തിരിച്ച്. ഇത് ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ആയുർവേദ ചികിത്സയെ പറ്റി പറയുമ്പോൾ 3-4 നിറങ്ങൾ ഉപയോഗിച്ച് ഒരു നല്ലൊരു ചിത്രകാരൻ പല രീതിയിലുള്ള ചിത്രങ്ങൾ, ആ നിറങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് പലതരം ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് നല്ലൊരു ചിത്രകാരന് സാധിക്കും. അതുപോലെയാണ് ആയുർവേദ ചികിത്സ എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. ചികിത്സാ പരിചയമുള്ള ഒരു ചികിത്സകന് പലതരം ഔഷധങ്ങൾ വ്യത്യസ്ത അനുപാതത്തിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരുപാട് രോഗാവസ്ഥകൾ ചികിത്സിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരു അസുഖത്തിന് ഒരു ഔഷധം എന്ന് പറയാൻ സാധിക്കില്ല എന്നർത്ഥം. മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.